ലോകം ഉറ്റുനോക്കിയ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇന്ന് അനിശ്ചിതത്വത്തിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ കരുത്തുറ്റ നേതാവിനെ അപമാനിക്കാൻ തുനിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റിന് ഇന്ത്യ നൽകിയത് കനത്ത പ്രഹരം. നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയെ കബളിപ്പിച്ചു എന്ന് വിളിക്കാൻ ധിക്കാരം കാണിച്ച ട്രംപിന്റെ തന്ത്രങ്ങൾ പാളുകയാണ്. മോദിയുടെ അടുത്ത നീക്കം എന്തായിരിക്കും? നമുക്ക് നോക്കാം. സഖ്യകക്ഷികളെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്തവനാക്കി മാറ്റുന്നതാണ് ട്രംപിന്റെ ശൈലി. മോദി ഒരു ജെന്റിൽമാൻ ആണെന്ന് പറയുന്ന അതേ ശ്വാസത്തിൽ തന്നെ അദ്ദേഹം അമേരിക്കയെ കബളിപ്പിച്ചു എന്ന് പറയാൻ ട്രംപിന് മടിയുണ്ടായില്ല. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെയാണ് ട്രംപ് ഇതിലൂടെ അപമാനിച്ചത്. ഒരു വലിയ മനുഷ്യനെന്ന് പുകഴ്ത്തിക്കൊണ്ട് തന്നെ പിന്നിൽ നിന്ന് കുത്തുന്ന ഈ ഇരട്ടത്താപ്പ് ഇന്ത്യ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വെറും കച്ചവടക്കാരന്റെ ബുദ്ധി മാത്രമുള്ള ട്രംപ് വിചാരിക്കുന്നത് ഭീഷണിപ്പെടുത്തിയാൽ ഇന്ത്യ വഴങ്ങുമെന്നാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിക്കാൻ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തി. യുക്രൈൻ യുദ്ധം താൻ അവസാനിപ്പിച്ചു എന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കിയത് താനാണെന്നുള്ള ട്രംപിന്റെ അവകാശവാദങ്ങൾ വെറും തമാശയായി മാത്രമേ ലോകം കാണുന്നുള്ളൂ. എന്നാൽ ആ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ രാജ്യ താല്പര്യം സംരക്ഷിക്കാനാണ് മോദി സർക്കാർ ശ്രമിച്ചത്. ഇവിടെയാണ് കാലം കാത്തുവെച്ച കാവ്യനീതി നടപ്പായത്. മറ്റു രാജ്യങ്ങളെ നികുതി കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കിയ ട്രംപിന്റെ നടപടികൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് അമേരിക്കൻ സുപ്രീം കോടതി തന്നെ വിധിച്ചു. 20% വരെ നികുതി ചുമത്താനുള്ള അധികാരം പ്രസിഡന്റിനില്ല. ട്രംപിന്റെ ആയുധം അദ്ദേഹത്തിന് നേരെ തന്നെ തിരിഞ്ഞ നിമിഷമായിരുന്നു അത്. ഈ വിധിയോടെ ഇന്ത്യക്ക് മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കുകളായി. 18% നികുതി എന്ന് പറഞ്ഞ് ഇന്ത്യയെ ചതിയിൽപ്പെടുത്തിയ ട്രംപ് ഇപ്പോൾ നിയമം മാറിയപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും 10% എന്നാക്കി മാറ്റി. ഇന്ത്യക്ക് മാത്രം ലഭിച്ചിരുന്ന ആ പ്രത്യേക പരിഗണന അദ്ദേഹം ഇല്ലാതാക്കി. ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഈ അപമാനത്തിന് മുന്നിൽ മോദി സർക്കാർ കാണിച്ച നട്ടെല്ല് ലോകം ശ്രദ്ധിക്കുകയാണ്. അമേരിക്കയിലേക്ക് പോകാനിരുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ചർച്ചകൾ നിർത്തിവെച്ചു. ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ നോക്കേണ്ട, കാര്യങ്ങൾ സുതാര്യമാക്കാതെ ചർച്ചയില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഡൽഹിയിൽ നിന്നും വാഷിംഗ്ടണിലേക്ക് പോയിരിക്കുന്നത്. ജെഫ്രി സാക്സിനെ പോലുള്ള സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ശരിയാണ്. ഇന്ത്യ ഈ ചതിക്കുഴിയിൽ വീഴരുത്. റഷ്യയെ പോലുള്ള വിശ്വസ്ത സുഹൃത്തുക്കളെ പിണക്കി അമേരിക്കയുടെ ഇത്തരം ഇരട്ടത്താപ്പുകൾക്ക് കൂട്ടുനിൽക്കേണ്ടതില്ല എന്ന ബോധ്യം മോദി സർക്കാരിനുണ്ട്. സ്വന്തം കർഷകരെയും ക്ഷീരമേഖലയെയും സംരക്ഷിക്കാൻ മോദി ഏതറ്റം വരെയും പോകും. ട്രംപിന്റെ അധികാരമോഹവും ഏകാധിപത്യ സ്വഭാവവും ലോക വിപണിയെ തന്നെ അസ്ഥിരപ്പെടുത്തുകയാണ്. എന്നാൽ ഈ ചാടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കിടയിൽ ഇന്ത്യയെ സുരക്ഷിതമായി നയിക്കാൻ മോദി എന്ന നയതന്ത്രജ്ഞന് അറിയാം. ഭീഷണിപ്പെടുത്തി കരാറിൽ ഒപ്പിടിപ്പിക്കാമെന്നത് ട്രംപിന്റെ വ്യാമോഹം മാത്രമാണ്. ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യയുടെ പ്രതികരണം ലോകം കാണാനിരിക്കുന്നതേയുള്ളൂ. ട്രംപിന്റെ നികുതി നയം എന്ന് പറയുന്നത് സ്വന്തം വീട്ടുമുറ്റത്തിരുന്ന് മറ്റുള്ളവരുടെ പറമ്പിലേക്ക് കല്ലെറിയുന്നത് പോലെയാണ്. അത് തിരിച്ച് തന്റെ തലയിൽ തന്നെ വീഴുമെന്ന് അദ്ദേഹം ഓർക്കുന്നില്ല. അമേരിക്കൻ സുപ്രീം കോടതി അദ്ദേഹത്തിന് നൽകിയ വിധി വെറും ഒരു തിരിച്ചടിയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ നികുതി ഗുണ്ടായിസത്തിനേറ്റ അന്ത്യശാസനമാണ്. എന്നിട്ടും പാവൻ ട്രംപ് വിചാരിക്കുന്നത് 1974 കാലഹരണപ്പെട്ട നിയമങ്ങൾ കൊണ്ട് ഇന്ത്യയെ പേടിപ്പിക്കാമെന്നാണ്. മോദി എന്ന നേതാവ് ഇത്തരം ഭീഷണികൾ കേട്ട് വളർന്നതാണെന്ന് ട്രംപ് എന്നാണാവോ തിരിച്ചറിയുക? ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ട്രംപ് സമ്മർദ്ദം ചെലുത്തി. പക്ഷേ മോദിയുടെ നയം വ്യക്തമാണ്. ഇന്ത്യയുടെ ലാഭം എവിടെയാണോ അവിടെ ഇന്ത്യ ഉണ്ടാകും. കുറഞ്ഞ വിലയ്ക്ക് റഷ്യ എണ്ണ തരുമ്പോൾ അത് വേണ്ടെന്ന് വെച്ച് അമേരിക്കയുടെ വില കൂടിയ എണ്ണ വാങ്ങാൻ മോദിക്ക് വട്ടൊന്നുമില്ല. ഇതിനെയാണ് ട്രംപ് കബളിപ്പിക്കൽ എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ തന്റെ കയ്യിൽ നിന്ന് കച്ചവടം പോയതിന്റെ സങ്കടമാണ് ട്രംപ് ഈ വിളിച്ചു പറയുന്നത്. ഇന്ത്യയെ പിണക്കിയാൽ റഷ്യയുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന് ട്രംപ് ഇപ്പോൾ ഭയക്കുന്നുണ്ട്. ട്രംപ് പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടാൽ തോന്നും ലോകത്തെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് അദ്ദേഹമാണെന്ന്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം അദ്ദേഹം പരിഹരിച്ചത്രേ. സത്യത്തിൽ വൈറ്റ് ഹൗസിൽ ഇരുന്ന് TV കാണുന്നതിനിടയിൽ അദ്ദേഹം നടത്തുന്ന തള്ളലുകൾ കേട്ട് ലോക നേതാക്കൾ വരെ അന്തം വിട്ടിരിക്കുകയാണ്. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടി ട്രംപ് പടച്ചുവിടുന്ന ഈ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾ ചോദിക്കുന്നത് പോലെ ഇതൊക്കെ എന്തെന്ന് ചോദിക്കാൻ മാത്രമേ മോദിക്കും തോന്നുകയുള്ളൂ. മോദി തന്നെ കബളിപ്പിച്ചു എന്ന് ട്രംപ് വിലപിക്കുന്നത് കാണുമ്പോൾ സഹതാപം തോന്നുകയാണ്. ട്രംപിന്റെ ബിസിനസ് തന്ത്രങ്ങൾ ഇന്ത്യയുടെ അടുത്ത് ചിലവാകില്ല എന്ന് അദ്ദേഹം വൈകിയാണ് തിരിച്ചറിഞ്ഞത്. അമേരിക്കയിൽ നിന്ന് വില കൂടിയ എണ്ണ വാങ്ങിക്കാമെന്ന് ട്രംപ് കരുതി. പക്ഷേ മോദി പോയി റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങി. ട്രംപ് നികുതി കൂട്ടി പേടിപ്പിക്കാൻ നോക്കി. അപ്പോൾ മോദി ചർച്ചകൾ നിർത്തിവെച്ചു. ട്രംപിനെ പോലെയുള്ള ഒരാളെ ഇങ്ങനെ വഴിയിൽ നിർത്തിയ വേറെ ഏത് നേതാവുണ്ട് ലോകത്ത്? പുറം ലോകത്ത് വലിയ പുലിയാണെന്ന് അടിക്കുന്ന ട്രംപിന് സ്വന്തം നാട്ടിലെ കോടതിയിൽ നിന്ന് കിട്ടിയത് 8ന്റെ പണിയാണ്. ഞാൻ നികുതി കൂട്ടും, ഞാൻ രാജാവാണെന്ന് പറഞ്ഞ് നടന്ന ട്രംപിനോട് നിങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല എന്ന് കോടതി പച്ചയ്ക്ക് പറഞ്ഞു.
സ്വന്തം നാട്ടിലെ നിയമം പോലും അറിയാത്ത ഈ വലിയ മനുഷ്യനാണ് ഇന്ത്യയെ പാഠം പഠിപ്പിക്കാൻ വരുന്നത്. ഈ നാണക്കേട് മറയ്ക്കാനാണ് അദ്ദേഹം ഇപ്പോൾ മോദിയെ കുറ്റപ്പെടുത്തി തന്റെ പരാജയം ഒളിപ്പിക്കാൻ നോക്കുന്നത്. ട്രംപിന്റെ കളി കണ്ടോ? ഇന്ത്യയെ വിരട്ടാൻ വേണ്ടി അദ്ദേഹം കൂട്ടുപിടിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയാണ്. പാകിസ്ഥാൻ എന്നെ പുകഴ്ത്തി ഞാൻ വലിയവനാണ് എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ നമ്മൾ ചിരിക്കുന്നതേയുള്ളൂ. ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞ പാകിസ്ഥാനെ പുകഴ്ത്തിക്കൊണ്ട് ഇന്ത്യയെ ഭയപ്പെടുത്താമെന്ന് കരുതുന്ന ട്രംപിന്റെ ആ അമിത ബുദ്ധി അപാരം തന്നെ. ഇത് കണ്ടാണ് മോദി സർക്കാർ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തത്. ഇത്തരക്കാരുടെ അടുത്ത് ഇപ്പോൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന്. സുഹൃത്തുക്കളെ, ഈ സംഭവ വികാസങ്ങളെല്ലാം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ നിൽക്കുന്നത് യാചകനായല്ല, മറിച്ച് തുല്യ ശക്തിയായാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരുപക്ഷെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ എല്ലാവരെയും വിരട്ടി ശീലമുണ്ടായിരിക്കാം. എന്നാൽ ഭീഷണിപ്പെടുത്തി കരാറുകളിൽ ഒപ്പിടിപ്പിക്കാം എന്നത് ട്രംപിന്റെ വെറും വ്യാമോഹം മാത്രമാണെന്ന് നരേന്ദ്രമോദി തെളിയിച്ചു കഴിഞ്ഞു. സ്വന്തം രാജ്യത്തെ കോടതി പോലും തള്ളിക്കളഞ്ഞ ട്രംപിന്റെ നികുതി ഗുണ്ടായിസം തിരിച്ചറിഞ്ഞ് കൃത്യസമയത്ത് ചർച്ചകളിൽ നിന്ന് പിന്മാറാനുള്ള മോദി സർക്കാരിന്റെ തീരുമാനം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നയതന്ത്ര നീക്കങ്ങളിൽ ഒന്നാണ്. തന്നെ പുകഴ്ത്തിക്കൊണ്ട് ട്രംപ് നടത്തിയ പരാമർശങ്ങൾക്കിടയിലെ കബളിപ്പിച്ചു എന്ന വാക്കിന്റെ അർത്ഥം ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലായിരുന്നു. എന്നാൽ ആത്മാഭിമാനം അടിയറവ് വെച്ചുകൊണ്ടുള്ള $1 ഇന്ത്യക്ക് വേണ്ട എന്ന ഉറച്ച നിലപാടാണ് ഡൽഹിയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് മുഴങ്ങിക്കേട്ടത്. അമേരിക്കയുടെ കണ്ണുരുട്ടലിന് മുന്നിൽ പേടിച്ച റഷ്യയെ പോലുള്ള വിശ്വസ്ത സുഹൃത്തുക്കളെ കൈവിടാനോ അമേരിക്കൻ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ കർഷകരുടെ വയറ്റത്തടിക്കാനോ മോദി സർക്കാർ തയ്യാറല്ല. ട്രംപിന് ഇപ്പോൾ വേണ്ടത് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് വിപണിയിൽ വിൽക്കാൻ കുറച്ച് വിജയ കഥകളാണ്. അതിനെ ഇന്ത്യ ഇരയാക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന മോദിയുടെ വാശി ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കുന്നതാണ്. ഇന്ന് ലോകം കാണുന്നത് പഴയ ഇന്ത്യ അല്ല, ഇത് ആത്മനിർഭർ ഭാരതമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ശബ്ദം ഇന്ന് വ്യക്തമാണ്. അത് ആരുടെയും ഭീഷണിക്ക് മുന്നിൽ ഇടറില്ല. അമേരിക്കയിലെ കാര്യങ്ങൾ കലങ്ങി തെളിയുന്നതുവരെ, അവർ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കുന്നതുവരെ ചർച്ചകൾ നിർത്തിവെച്ച ഇന്ത്യയുടെ നിലപാട് 140 കോടി ജനങ്ങളുടെയും കരുത്താണ് പ്രകടിപ്പിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ രാജ്യഹിതം മാത്രം നോക്കി നീങ്ങുന്ന മോദിയുടെ ഈ മാസ്റ്റർ സ്ട്രോക്ക് വരും ദിവസങ്ങളിൽ ആഗോള വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ആത്മാഭിമാനമുള്ള ഒരു ഭാരതത്തിന് ഇതിലും വലിയൊരു മറുപടി ട്രംപിന് നൽകാനില്ല. ഇത് നവഭാരതമാണ്. ഇത് മാറ്റത്തിന്റെ ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? മോദി സർക്കാർ സ്വീകരിച്ച ഈ ധീരമായ തീരുമാനം ശരിയല്ലേ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.